ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിന്റെ പെർഫോമൻസ്, അതായത് ഫോണ് വളരെയധികം ലാഗ് ആവുക, അതായത് ഹാങ് ആയി പോവുക, അല്ലെങ്കിൽ സ്പീഡ് തീരെ കുറഞ്ഞു, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള അടിപൊളി 2-3 സെറ്റിംഗ്സ് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. വളരെ സൂപ്പറാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നിങ്ങളുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഹാങ് ആവുക അല്ലെങ്കിൽ സ്പീഡ് വളരെ കുറയുക, അതിനൊക്കെയുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞിരുന്നത്. നല്ലൊരു സെറ്റിംഗ്സ് ആണ്. 2-3 സെറ്റിംഗ്സുകളുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇവിടെ കണ്ടില്ലേ, വളരെ ലാഗാണ്. കണ്ടില്ലേ, ഓരോന്ന് ഓപ്പൺ ചെയ്ത് വരാനൊക്കെ വളരെ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് മാറാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എബൌട്ട് ഡിവൈസ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ എബൌട്ട് ഡിവൈസ് പറയുന്ന ഓപ്ഷൻ, ആ എബൌട്ട് ഡിവൈസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി കാണുക. വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം 8 GB ആണ് ഇവിടെ റാം കാണിക്കുന്നത്. നമ്മുടെ റാമിന്റെ സ്പേസ് കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസും കുറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇവിടെ വേർഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേർഷൻ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ ഓപ്പോയിലാണ് കാണിക്കുന്നത്. MI UI വേർഷൻ എന്നുള്ളതൊക്കെ ആയിരിക്കും പല ഫോണിലും കാണിക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ 7 പ്രാവശ്യത്തിൽ മേലെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെവലപ്പർ ഓപ്ഷനിലേക്ക് മാറും. ഡെവലപ്പർ ഓപ്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം അഡീഷണൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാം. അഡീഷണൽ സെറ്റിംഗ്സ്, ആ അഡീഷണൽ സെറ്റിംഗ്സ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ല, വളരെ മെല്ലെയാണ് ഓപ്പണായി വരുന്നത്. അപ്പോൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡെവലപ്പർ ഓപ്ഷൻ, ആ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെവലപ്പർ മോഡിലേക്ക് ഓപ്ഷനിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റണ്ണിങ് സർവീസസ് പറയുന്ന ഓപ്ഷൻ കാണും. റണ്ണിങ് സർവീസസ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ മൊബൈലിലുള്ള റാമിൻ്റെ സ്പേസുകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അത്രയും അത്യാവശ്യമില്ലാത്ത ആപ്പുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ സർവീസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റാം കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കൂടുകയും ചെയ്യും. ഇത് ആദ്യത്തെ ഓപ്ഷനാണ്. ഇനിയുണ്ട് 2 സെറ്റിംഗ്സുകൾ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരേക്കാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഏതാണോ സർവീസ് നമുക്ക് വേണ്ടാത്തത് അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സ്റ്റോപ്പ് എന്നുള്ളത് പ്രസ് ചെയ്യാം. നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. വേണ്ടാത്തത് മാത്രം നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ മതി. പിന്നെ ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് അറിയെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ടെക്നീഷ്യനെ കാണിക്കുന്നതാണ് നല്ലത്. അത് ആദ്യമേ പറയുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതേപോലെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്താൽ നമ്മുടെ റാമിൻ്റെ പെർഫോമൻസ് നല്ലപോലെ കൂടും. കാരണം അത്രയും റാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ പോകാം. ഇവിടെ നമ്മൾ ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് നമ്മൾ ഇതേമാതിരി സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏതെല്ലാം ആപ്പുകൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞുതരാം. അത് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ സ്കാൻ ത്രോട്ട്ലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് പറയുന്നുണ്ട് ബാറ്ററി ഡ്രെയിനും കുറയ്ക്കുന്നുണ്ട്, അതേപോലെ ഇംപ്രൂവ്സ് നെറ്റ്വർക്ക് പെർഫോമൻസും കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് നമ്മളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്താൽ ആ ബ്ലൂ മാർക്ക് വരും. ഇങ്ങനെ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി അടുത്ത ഓപ്ഷനാണ് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ പെർഫോമൻസ്. കണ്ടില്ലേ, ആനിമേഷൻ സ്കെയിൽ നമ്മൾ ഇവിടെ കിടക്കുന്നത് 5 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ആനിമേഷൻ സ്കെയിൽ ഒന്നുകിൽ ഓഫ് ചെയ്ത് വെക്കുക, ഏറ്റവും മേലുള്ള ഓഫിലേക്ക്. അത്രയും പെർഫോമൻസ് നല്ലപോലെ കൂടും. അല്ലെങ്കിൽ ഒരു 0.5 അല്ലെങ്കിൽ 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് നമ്മുടെ ഫോണിനുണ്ടാവും. ഇത് നമുക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ടത്, നല്ല പെർഫോമൻസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, തീരെ ഒഴിവാക്കാം, ആനിമേഷൻ ഒഴിവാക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു 1 അല്ലെങ്കിൽ 1.5 0.5, ഒരിക്കലും 5 10 ഒന്നും ഇടരുത്. ഇങ്ങനെ ചെയ്ത് വെച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസ് നല്ലപോലെ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ 0.5 കണ്ടില്ലേ. ഇപ്പോൾ ഞാനത് ഫോണിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിയുന്ന സമയത്ത് നല്ല പെർഫോമൻസ് കൂടി കണ്ടില്ലേ. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.